إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പിർസത്തെ സത്യവിശ്വാസി വിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെയും നിർദ്ദേശത്തെയും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും പാലിച്ചിട്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട് ജീവിക്കണം ചൊന്തു സ്വന്തത്തെ മറക്കാണ്ട് നിങ്ങളൊട്ടിക്കെന്നാണ് വസിയത്താക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരെയും രണ്ട് ലോകത്തും വിജയിക്കുന്ന ആൾമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിമാരായ ആൾമാരെ വിളിച്ചിട്ട് വലിയ ഗൗരവത്തിൽ ചൊന്നതായ ഒരു പളക്കായിട്ടിക്കറ്, നിങ്ങൾ ഇസ്ലാമറ ഉൾഗത്തേക്ക് പരിപൂർണമായിട്ട് ദാഖലാവണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാറ്, നിങ്ങൾക്ക് തല്ല് പ്രയാസമുള്ളത് കഷ്ടമുള്ളത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ ജീവിച്ചേണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കുക സാധ്യമില്ല. ഞാൻ ഓതി വെച്ചതായ ആയത്തിൽ അല്ലാഹു തആല സത്യവിശ്വാസിമാരായ ആൾമാരെ വിളിച്ചു ചൊല്ലു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസിമാരായ ആൾമാരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമറ ഉൾഗത്തേക്ക് പരിപൂർണമായിട്ടും ദാഖലാവണം, പരിപൂർണമായിട്ട് മുസ്ലിം ആവണം. വലാ
തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, നിങ്ങൾ അങ്ങനെ പരിപൂർണമായി മുസ്ലിം ആവാണ്ട് പിശാച്ചിൻ്റെ ശൈത്വാന്റെ കാലിൻ്റെ അച്ച് നിങ്ങൾ പിൻപറ്റണ്ട. ചൊന്നെങ്കിൽ ശൈത്വാൻ നിങ്ങളെ വിളിക്കുന്നതായ ആ തെറുക്കു നിങ്ങൾ പോകണ്ട. അള്ളാഹു നിങ്ങളിൽ പരിപൂർണ മുസ്ലിം ആവുക ചൊന്നറു, നിങ്ങൾ പരിപൂർണ മുസ്ലിമായിട്ട് ജീവിക്കണം. കുറേ വിഷയത്തിൽ അള്ളാഹു അനുസരിക്കാറ്, കുറേ വിഷയത്തിൽ പിശാചിനെ അനുസരിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ പോവോ തീരാ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, ഖണ്ഡിതമായിട്ടും ആ ശൈത്വാൻ നിങ്ങളാ പ്രത്യക്ഷമായ ശത്രുവായിട്ടിക്കറ. അപ്പോൾ ഈ ഒരു ആയത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുക, ഞങ്ങളെ ഇസ്ലാം ഉൾഗത്തുക പരിപൂർണമായി പ്രവേശിക്കുക ശൈത്താൻ ഒരിക്കലും വിടില്ല. തെല്ല് നീ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച മയ്യാവൂ. ചില വിഷയത്തിൽ മാത്രം നീ അള്ളാഹുവിനെ അനുസരിച്ച മയ്യാവൂ. ചിലത് നീ ബുട്ടിൽ ജീവിക്കണം ചൊന്തു. മനുഷ്യന്മാരെ പല രൂപത്തിൽ ശൈത്വാൻ തെറുതപ്പാട്ടിക്കറ ചൊന്തു. അള്ളാഹു താല ഈ പറഞ്ഞതായ ആയത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുക, ഞങ്ങളെ വിചാരിച്ചുകൊണ്ടുള്ള ഞാനീ പരിപൂർണമായ മുസ്ലിമായിട്ടിക്കറ, തൗഹീദുണ്ടു, നിസ്കാരമുണ്ടു, നോമ്പ് പിടിക്കറ, സക്കാത്ത് കൊടുക്കറ, ഹജ്ജാക്കറ, അപ്പം ഞാനീ പരിപൂർണ മുസ്ലിമായിട്ടിക്കറ, എനിക്ക് സ്വർഗം കിട്ടൂ, ഞാൻ ഒരിക്കലും തെറു തപ്പിയിട്ടില്ല, ഇസ്ലാമിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോകൂ, ചാൻസസേ ഇല്ല ചൊന്തു ഞങ്ങൾ വിചാരിച്ചുകൊണ്ടുള്ള സഹോദരന്മാരെ, ഞങ്ങൾ ജീവിക്കുന്നതായി കാലഘട്ടം ചൊല്ലുന്നു. ഇസ്ലാം കടന്നു വന്നിട്ട് ചുമ്മാ വർഷമായിട്ട് 1400 ചില്ലാന വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ട്, അതിനിടയ്ക്ക് ഇസ്ലാം പാതിക്ക് പാതി അത് ബെടക്കായിട്ട് ഇല്ലാണ്ടായിട്ട് ഞങ്ങളെ കയ്യിൽ തെല്ലേ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുന്നതായ ഒരു ഹദീസിൽ കാണ്ട്, ബദ അൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം അത് തുടങ്ങിയത്, അത് സ്റ്റാർട്ടായത് മക്കത്തിലെ ഇസ്ലാം പറയുമ്പോഴത്തേക്ക് അത് തുടങ്ങിയത് അപരിചിതമായ അവസ്ഥയിലായിട്ടിക്കറ്, ആർക്കും ഗുർത്തയില്ലാത്ത ഒരു അവസ്ഥയിലായിട്ടിക്കറ് ഇസ്ലാം തുടങ്ങിയത്. ഇസ്ലാമിനെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുമ്പോഴത്തേക്ക് ആൾമാർ മുഖമുഖം നോക്കിയാറ്, ഇതെന്ത് ഇസ്ലാം, ഇതെന്ത് ദീന്, ഇത് ഞങ്ങൾക്ക് ഗൊന്തില്ലാത്തൊരു ദീനായിട്ടിക്കറ്, ഞങ്ങൾ ഇതുവരെ അനുസരിക്കാത്ത, കേൾക്കാത്ത, ആചരിക്കാത്ത ഒരു ദീനായിട്ടിക്കറ് മുഹമ്മദ് ചൊല്റേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചൊല്ற ആ രൂപത്തിൽ അപരിചിതമായ അവസ്ഥയിലായിട്ട് ഇസ്ലാം തുടങ്ങിയത്. അതേ രൂപത്തിൽ ഇത് അപരിചിതമായ അവസ്ഥയിലേക്ക് ഇത് മടങ്ങുകൊണ്ടു. യഥാർത്ഥമായ ഇസ്ലാം മുറുക്കെ പിടിക്കുന്ന ആൾമാർക്ക് ചുമ കഷ്ടാവൂ, ആൾമാർ നോക്കൂ ഇതെന്ത്, ആ രൂപത്തിൽ ആൾമാർ നോക്കുന്ന അവസ്ഥ ഇത് അതേ രൂപത്തേക്ക് മടങ്ങറ്. ഫതൂബാ ലിൽ ഗുറബാ, ആ സന്ദർഭത്തിൽ ഗുറബാക്കന്മാർക്ക് ആശംസ അല്ലെങ്കിൽ ആശീർവാദ മംഗള ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു. ചൊന്നെങ്കിൽ ഞങ്ങൊന്തുള്ള പോലെ മക്കത്ത് ആ മുശ്രിക്കീങ്ങ റസൂലുള്ള പ്രബോധന ആക്ര ആ മക്കത്തെ മുശ്രിക്കീങ്ങ അങ്ങ ഒരർത്ഥത്തിൽ മുസ്ലിമായിട്ടിന്നാറ്. ചൊന്നെങ്കിൽ അങ്ങ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീനിലായിട്ടിക്കറ്, അങ്ങ കഅബ തവാഫാക്കറ്, ഹജ്ജാക്കറ്, സക്കാത്ത് കൊടുക്കറു, അള്ളാഹുനെ വിളിച്ച് ദ്വാരക്കറ്, ആ അർത്ഥത്തിൽ അങ്ങ മുസ്ലിമായിട്ടിന്ത്, അങ്ങ ഇസ്ലാമായിട്ടിന്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഇസ്ലാമിലായിട്ടിന്ത് അങ്ങ. പിന്നെ ചൊമ്മ ടൈം കഴിഞ്ഞപ്പോൾ അങ്ങ തെല്ല് വ്യതിചലിച്ച് പോയിട്ട് അതിൽ നിന്ന് കുറേ ഷിർക്ക് ബന്ത് വ്യതിചലിച്ചു പോയാറ്. അപ്പായിട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ കുറിച്ച് ചൊല്ലുന്നത്, അപ്പായിട്ടിക്ക് അവർ അജബാവർ, ഇതെന്ത് ഇസ്ലാം, ഈ മുഹമ്മദ് എന്ന് ചൊല്ലേ അള്ളാഹുനെ മാത്രം വിളിക്കുക ചൊല്ലു, ഈ മുഹമ്മദ് അധികാരത്തിൽ വേണായിട്ടാക്കരുത്, ഞങ്ങൾ യഥാർത്ഥ മുസ്ലിം ചൊന്തു അങ്ങ് ചൊന്നാറ്. അപ്പൊ ആ രൂപത്തിൽ അപരിചിതമായ അവസ്ഥയിലായിട്ട് ഇത് തുടങ്ങിയത് ഇത് അതേ രൂപത്തേക്ക് ഇനി അവസാന കാലഘട്ടമാവുമ്പോൾ യഥാർത്ഥമായ ഇസ്ലാം മുറുക്കി പിടിച്ച് ജീവിക്കുന്ന ആൾമാർക്ക് ഇതേ രൂപത്തിൽ ആൾമാരെ പരിഹാസം കേൾക്കേണ്ടി വരൂ. ഇതെന്ത് ഇസ്ലാം, ഞങ്ങായിട്ടിക്കറ് യഥാർത്ഥ മുസ്ലിമീങ്ങ, നിങ്ങ പുത്തൻവാദിങ്ങായിട്ടിക്കറ്, നിങ്ങൾ അധികാരം മോഹിക്കുന്ന ആൾമാരായിട്ടിക്കറ് ചൊന്തു പല രൂപത്തിൽ കേൾക്കേണ്ടി വരൂ. സഹോദരന്മാരെ, അപ്പോ ആ ഹദീസിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക്ക് കേക്കറ്, മനിൽ ഗുറബാ, നബിയെ ആ ഗുറബാക്കന്മാർ ആരായിട്ടിക്കൂ. അന്ന് ആ കാലഘട്ടത്തിൽ ഇസ്ലാം അപരിചിതമാകുന്ന അവസ്ഥയിൽ അണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നതായ ഇസ്ലാമിനെ കറക്റ്റായിട്ട് ഫോളോ ആക്കുന്നതായ ആ ഗുറബാക്കന്മാർ ആരായിട്ടിക്കൂ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു, ഹുമുല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ സുന്നതി, എൻ്റെ സുന്നത്തിനെ ബെടക്കാക്കിയപ്പ,
എൻ്റെ സുന്നത്തിനെ, എൻ്റെ ആ ചര്യരെ ആൾമാർ ബെടക്കാക്കിയപ്പോ ആ സുന്നത്തിനെ നന്നാക്കുന്ന ആൾമാർ, അതിന് പിറവ് കൊണ്ടുവരുന്ന ആൾമാർ, ആ സുന്നത്ത് വിളിക്കുന്ന ആൾമാരായിട്ടിക്കൂ ആ ഗുറബാക്കന്മാർ അങ്കായിട്ടിക്കർ ആശീർവാദം, അങ്കായിട്ടിക്കർ മംഗളം, ആശംസ ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അവിടെ ചൊല്ലു. സഹോദരന്മാരെ, ഇവിടെ ഞങ്ങൾ സുന്നത്ത് കേൾക്കുമ്പോൾ സുന്നത്ത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുക ഇത് താടി വെക്കുന്നതും 5 നേരം ബ്രഷ് ആക്കുന്നതും, അതുപോലെ ഞങ്ങൾ പാൻറ്റ് ഞെരിയാണിക്ക് മീത്തൊക്കെ ഇടുന്നതും, ഈ സുന്നത്തെല്ലാം ബെടക്കാൻ പറ്റുക ആൾമാർ അതൊക്കെ വിളിക്കുന്ന കാര്യം മാത്രമായിട്ടിരിക്കും ചൊന്തു ഞങ്ങൾ വിചാരിക്കുക. അതെല്ലാം സുന്നത്തന്നെ, സുന്നത്തെല്ലാം ചൊല്ലില്ല, സുന്നത്തായിട്ടിക്കുന്നത് അതെല്ലാം ഞങ്ങൾക്ക് എളുപ്പമുള്ള സുലാഭമുള്ള സുന്നത്തായിട്ടിക്കുന്നത്. ഞങ്ങൾ അതിലേക്ക് വേണ്ടി തർക്കിക്കുക, ഞങ്ങൾ പ്രബോധനാക്കുക, വിളിക്കുക, സ്വമ്മ ഞങ്ങൾ തർക്കിക്കുക. ആയങ്ക റസൂലുള്ളാഹിന്റെ സുന്നത്ത് അത് മാത്രമല്ല, റസൂലുള്ള ഇതേപോലത്തെ ചെറിയ ചെറിയ സുന്നത്ത് പഠിപ്പിച്ചത് ഒട്ടികമേ നബി ഇസ്ലാമുക്ക് ദഅവത്താക്കിയത്. ആ ഒരു മുശ്രിക്കിങ്ങെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാഫിരിങ്ങെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഇസ്ലാമുക്ക് വിളിക്കരുത്, സത്യവിശ്വാസിമാരായ ആൾമാരെ ഒగ్గട്ടാക്കരുത്. ആ ഇസ്ലാമുക്ക് വേണമായിട്ട് ഇസ്ലാമിന്റെ ലോകത്തെ അത് ഇസ്ലാം ലോകത്ത് ഇടിയ വ്യാപനാവുക വേണമായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരാക്കരുത്. അള്ളാഹുവിന്റെ ഗ്രന്ഥ കൊണ്ടെത്തു, ഖുർആന് കൊണ്ടെത്തു, ഹുക്കുമത്ത് സ്ഥാപിക്കരുത്, അവിടെ ഭരണം സ്ഥാപിക്കരുത്. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ആക്കിയ വിഷയമായിട്ടിരിക്കരുത്. അപ്പം ഞങ്ങൾ ചെറിയ ചെറിയ വിഷയം മാത്രം എടുത്തിട്ട് തർക്കിച്ചോളുള്ള ആ രൂപത്തിൽ ഇസ്ലാം അതെന്ത് ചൊന്തു ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിൽ നിന്ന് ആ യഥാർത്ഥമായ നബിന്റെ സുന്നത്തിൽ നിന്ന് ആൾമാർ വ്യതിചലിക്കുമ്പോഴത്തേക്ക് ആ സുന്നത്തിലേക്ക് പിറവ് വിളിക്കുന്ന ആൾമാർ, ആ സുന്നത്തിനെ കൊണ്ടുവരുന്ന ആൾമാർ, ആ ഫസാദിനെ നല്ലാക്കുന്ന ആൾമാരായിട്ടിക്കോ അൻ്റെ നല്ല ആൾമാർ ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്. സഹോദരന്മാരെ, ഇസ്ലാം അത് ഇല്ലാണ്ടായി പോണ്ടു. ചൊമ്മത്തെ മുസ്ലിമിങ്ങയ്ക്കുവാറ്, നാമധാരി മുസ്ലിമിങ്ങയ്ക്കുവാറ്, എത്രയ്ക്കുവാറ് മുസ്ലിമിങ്ങ, പക്ഷെ അങ്ങള്ളി ഇസ്ലാം ഉണ്ടാവില്ല. മുനാഫിക്കിങ് ആയിട്ടിക്കും, നാവ് കൊണ്ട് മാത്രം ഞാൻ മുസ്ലിം ചൊല്ലേ, ഇസ്ലാമില്ലാത്ത നാമധാരി മുസ്ലിമിങ് ആയിട്ടിക്കും. ഈ വരുന്ന കാലഘട്ടത്തിൽ അവസാന നാളിൽ ഉണ്ടാവുന്നത് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലതായ ചൊമ്മത്തെ ഹദീസിൽ ഞാൻ കാണാൻ സാധ്യാവൂ. റസൂലുള്ളാഹി ചൊല്ലു, യൂഷികു അയ്യഅതി അലന്നാസി സമാനുൻ, ആൾമാർക്ക് മനുഷ്യന്മാർക്ക് ഒരു കാലഘട്ട പറകുണ്ടു. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഇസ്ലാമിൽ നിന്ന് അതിന്റെ പേര് മാത്രം ബാക്കിയാവുന്നതായ ഒരു കാലഘട്ടം, ഖുർആനിൽ നിന്ന് അതിന്റെ അക്ഷരം മാത്രം ബാക്കിയാവുന്നതായ ഒരു കാലഘട്ട പറകുണ്ടു. ചൊന്നെങ്കിൽ ഇസ്ലാമിന്റെ പേര് ബാക്കിയാവും. ഇസ്ലാം നാവിലും പേരിലും നല്ല നല്ല പേരിക്കും, മുസ്ലിമിന്റെ നല്ല നല്ല പേരിക്കും, പക്ഷെ അവന്റെ ഇസ്ലാമിക്കാല ഇസ്ലാമിന്റെ പേര് മാത്രം ബാക്കിയാവുന്നതായ ഒരു കാലഘട്ട പറകുണ്ടു. ഖുർആനിന്റെ അക്ഷരം മാത്രം ബാക്കിയാവുന്നതായ കാലഘട്ട പറകുണ്ടു. ചൊന്നെങ്കിൽ ഖുർആനിക്കും അത് പഠിക്കുന്ന ആൾമാറിക്കൂ, ഇഫ്ലാക്കുന്ന ആൾമാറിക്കുവാറ്, പക്ഷെ ആ ഖുർആൻ എന്ത് അള്ളാഹു ചൊല്ലേ അത് മനസ്സിലാക്കുള്ള ശക്തി ഉണ്ടാവില്ല, പഠിക്കില്ല, അർത്ഥം പഠിക്കില്ല, അതിൽ അമലാക്കില്ല. അങ്ങനെ കേവലം ഒരു അക്ഷരം മാത്രം, ഒരുപാട് ഹാഫിളിംഗ് ഉള്ള ചന്തത്തിൽ രാഗത്തിൽ ഓതുന്നതായ ഹാഫിളിംഗ് നിറഞ്ഞതായ ഒരു കാലഘട്ടം അക്ഷരം മാത്രം ബാക്കിയാവും ഖുർആനിൽ നിന്ന്. അങ്ങനെ ഒരു കാലഘട്ടം പറകൊണ്ടു. മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ, അണ്ട് എൻ്റെ സമുദായത്തിന്റെ പള്ളിയിൽ ചുമ്മാ ആൾമാറിക്കുവാറ്, പള്ളി നിറഞ്ഞിട്ടിക്കൂ, ജാഗമയ്യാവൂല പള്ളി, അത്രമാത്രം ആൾമാറിക്കുവാറ്. പക്ഷേ വഹിയ ഖറാബും മിനൽ ഹുദാ, ആ പള്ളിയിൽ നിന്ന് കിട്ടേണ്ടതായ ഹിദായത്ത്, ഹുദ, സന്മാർഗ, അതങ്ങൾക്ക് അവിടെ കിട്ടില്ല. ഉലമാഹുഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ, അണ്ടത്തെ കാലഘട്ടത്തിൽ ഈ ആകാശത്തിന്റെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യന്മാരിൽ ഏറ്റവും ഷർറായ ആൾമാർ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഉലമാക്കന്മാരായിട്ടിക്കും. ആ ഉലമാക്കന്മാരിൽ നിന്നായിട്ടിക്കുന്ന ഷർറ് ഫിത്ന ഉണ്ടാവുന്നതും
ആ ഫിത്ന ഉലമാക്കന്മാർക്ക് തന്നെ മടങ്ങുകയും ചെയ്യും ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങൾക്ക് പഠിപ്പാട്ട്. സഹോദരന്മാരെ, ഈ ഹദീസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാവും അവസാന കാലഘട്ടമാവുമ്പോൾ ഇസ്ലാം ഇല്ലാണ്ടാവും, അതിനെ പിൻപറ്റുന്ന ആൾമാർ ഇല്ലാണ്ടാവും, കേവലം നാമധാരി മുസ്ലിമീങ്ങാവും. റസൂലുള്ളാഹിന്റെ സുന്നത്തില്ലാത്ത ഇസ്ലാമിന്റെ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് ഞങ്ങൾ മുസ്ലിമീങ്ങ ചൊത്തും കുറേ സംഘടനയായിട്ട് ഇന്ന് ഞങ്ങൾ കാണുന്ന അവസ്ഥ അത് ആവു ചൊന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പണ്ട് തന്നെ ഞങ്ങൾക്ക് പടിപാട്ടി തന്നത്. അതുപോലെ സഹോദരന്മാരെ, ഇസ്ലാമിലുള്ളതായ ദഅവത്തും ഇസ്ലാമിലുള്ളതായ ജിഹാദും അത് ആൾമാർ ആക്കാത്തതായ കാലഘട്ട ബറകൊണ്ട് ചൊന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടിർ. റസൂലുള്ളാഹി ചൊല്ലു, ഇന്നക്കും അലാ ബയ്യിനത്തിൻ മിർ റബ്ബിക്കും. സ്വഹാബിമാരൊട്ടിಗೆ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവരിക ചൊല്ലു, ഇന്നക്കും അലാ ബയ്യിനത്തിൻ മിർ റബ്ബിക്കും. ഓ സ്വഹാബാക്കന്മാരെ, ഇണ്ട് നിങ്ങ അല്ലാഹുവിന്റെ യഥാർത്ഥമായ ദീനിലായിട്ടിരിങ്ങ. ഇണ്ട് നിങ്ങ അല്ലാഹു തആല നിങ്ങൾക്ക് തന്നതായ ആ ഇസ്ലാം ദീനിനെ പരിപൂർണമായിട്ട് നിങ്ങൾ അനുസരിച്ചിട്ട് ആ യഥാർത്ഥമായ ദീനിലായിട്ടിരിക്കുന്ന നിങ്ങൾ ഇണ്ട് ജീവിച്ചുകൊണ്ടുള്ളത്. മാലം തൽഹർ ഫീക്കും സക്രത്താൻ. ഇണ്ട് നിങ്ങൾക്ക് രണ്ട് ലഹരി നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു ശരീരത്തേക്ക് വന്നിട്ടില്ല, ലഹരി വന്നിട്ടില്ല. എന്തായിട്ട് ലഹരി? സക്രത്തുൽ ജഹിൽ വസക്രത്തു ഹുബ്ബിൽ ഐഷ്. ഒന്നാമത്തത് ജഹിൽ, നിങ്ങൾക്ക് നല്ല അറിവുണ്ട്, നിങ്ങൾക്ക് നല്ല ഇൽമുണ്ട്. ജഹാലത്ത് നിങ്ങൾക്കില്ല, അറിവില്ലായ്മ ജഹാലത്ത് നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾക്ക് നല്ല ഇൽമുണ്ട്, അറിവുണ്ട്, ഖുർആനെ കുറിച്ച് നിങ്ങൾക്ക് ഗൊന്തുണ്ടോ, ഞാൻ പഠിപ്പാട്ടതായ ഹദീസ് നിങ്ങൾക്ക് ഗൊന്തുണ്ടോ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾ കറക്റ്റായിട്ടുണ്ട് ഉള്ളാറ് എന്നെങ്കിൽ പിന്നെ ഇനി വരാനിരിക്കുന്ന ആൾമാര് അങ്ക് ഈ രണ്ട് ലഹരി ബാധിക്കറ്. അതായത് ഒരു ലഹരി ജഹാലത്തായിട്ടിക്കറ്, പിന്നൊന്ന് ഹുബ്ബുൽ ഹൈഷ്, ജീവിതത്തോടുള്ള ആസ. ഇനിയോ ജീവിക്കണോ, ഈ ദുനിയാവിന്റെ ജീവിതത്തിക്ക് വേണായിട്ട് കൊതിക്കുന്നതായ, മരിക്കുക ഇഷ്ടമില്ലാത്ത, മരിക്കുക പേടിക്കുന്നതായ, പരലോകത്ത് വിശ്വാസം ഇല്ലാത്തതായ ഈ ദുനിയാവ് ഇനിയും കുറേ കൊല്ലം ജീവിക്കണം ചൊന്തു ആസ വെക്കുന്ന അങ്ങനെ ഹുബ്ബുൽ ഐഷ്, ജീവിതത്തോടുള്ള അത്യാർത്തി, സ്നേഹം, ആ രണ്ട് ലഹരി ഉണ്ട് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുജാഹിദൂന ഫീ സബീലില്ലാഹ്. ഈ രണ്ട് നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ജഹാലത്തും ഇല്ല, ഈ ദുനിയാവിന്റെ ഇഷ്ടവും ഇല്ല നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കറ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആൾമാർ വിളിക്കാറ്. നിങ്ങൾ നല്ലതിലേക്ക് വിളിച്ചോണ്ടുള്ളാറ്, തൗഹീദ് പ്രചാരണാക്കിയോണ്ടുള്ളാറ്, നന്മ കൽപ്പിച്ചോണ്ടുള്ളാറ്. അതുപോലെ ബെടക്കത്തരത്തിൽ നിന്ന് എല്ലാ ആൾമാരും തടഞ്ഞോണ്ടുള്ളാറ്. അതുപോലെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദാക്കിയോണ്ടുള്ളാറ്. നിങ്ങൾ യഥാർത്ഥമായ ദീനിലായിട്ടിക്കുള്ളത് എന്നെങ്കിൽ ബറകുള്ള ഒരു സമുദായം, എൻ്റെ ഉമ്മത്തിൽ ബറകുള്ള ഒരു സമുദായം ഉണ്ട്. ഖിയാമത്ത് നാൾ മുട്ടാമ്പത്തേക്ക് ആ സമുദായം, ആ ആൾമാര് അങ്ക് ഈ രണ്ട് ഈ രണ്ട് ലഹരി അങ്ക് ബാധിക്കറ്. അങ്ക് ജഹാലത്തുണ്ടാവും, അറിവില്ലായ്മ ഉണ്ടാവും. ഖുർആൻ കയ്യിലുണ്ടോ, ഹദീസ് ഉണ്ടോ, അതിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കില്ല. റസൂലുള്ളാഹിന്റെ ജീവിതം പഠിക്കില്ല. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പഠിച്ചിട്ട് മനസ്സിലാക്കിയത് ഇതായിട്ടിക്കറ് ഇസ്ലാം ചൊന്തു. ജഹാലത്തിൽ ജീവിക്കുന്ന ആൾമാരായിട്ടിക്കറ്. അതുപോലെ അങ്ക് ദുനിയാവിലുള്ള ആ ഇഷ്ടം ഉണ്ടാവും. ദുനിയാവുക്ക് യാറെ പ്രാധാന്യം കൊടുത്തിട്ട് അവർ ജീവിക്കുന്ന ആൾമാരായിട്ടിക്കുവാറ്. ഫലാ തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കാല, നല്ലതിലേക്ക് ആൾമാരെ വിളിക്കാല, ഇസ്ലാമിന്റെ ദഅവത്താക്കാല. അതുപോലെ വലാ തൻഹൗന അനിൽ മുൻകർ, ബെടക്കത്തരത്തിൽ നിന്ന് ആൾമാരെ തടയാല. അതുപോലെ വലാ തുജാഹിദൂന ഫീ സബീലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദാക്കല. ഇനി ബറകുള്ള ആൾമാര് ഈ മൂന്ന് കാര്യം ആക്കില്ല ചൊന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പണ്ടേ ഞങ്ങൾക്ക് പ്രവചനാക്കിയത്. ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടം നോക്കുമ്പോക്ക് ഇണ്ട് ആൾമാരിൽ ദഅവത്തില്ല, കുറഞ്ഞ ആൾമാർ ദഅവത്താക്കിക്കൊണ്ടുള്ളാറ്. അതും പരിപൂർണമായ ഇസ്ലാമിലേക്കല്ല, ഇസ്ലാമിലെ ചെറിയൊരു ഭാഗത്തേക്ക് വിളിച്ചോണ്ടുള്ളാറ്. കുറെ ആൾമാർ സ്റ്റേജ് കെട്ടിട്ട് ഇസ്ലാമിന്റെ പേരിൽ സ്റ്റേജ് കെട്ടാറ്. വിളിക്കുന്നത് അള്ളാഹുലേക്കല്ല. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് വിളിക്കുന്നവനേക്കാളും നല്ല
പളക്ക പറഞ്ഞോണ്ട് ആറുള്ള അല്ല കേൾക്കറ അങ്ങനെ ആയിട്ടിക്കറ് അള്ളാഹുലേക്ക് വിളിക്കണോണു ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാ അള്ളാഹുലേക്ക് ബാ ചൊന്ത് അള്ളാഹുലേക്ക് വിളിക്കുന്ന ആളെക്കാളും നല്ല വാക്ക് പറഞ്ഞവൻ ആരുമില്ല. അപ്പൊ ആൾമാർ എന്തൊക്കെ വിളിക്കണേ? എന്ത് ഔലിയാക്കന്മാരെ മഹത്വ ചൊല്ലുകൂ, കറാമത്ത് ചൊല്ലുകൂ. സ്റ്റേജ് കേട്ടിട്ട് ഞങ്ങളെ പ്രസംഗ ഔലിയാക്കന്മാരെ കറാമത്ത് ചൊന്ന് ഇതായിട്ട് ദാവത്തിങ്ങളാ. അപ്പൊ ഈ രൂപത്തിൽ ദാവത്തില്ല. പിന്നെ ജിഹാദിന്റെ വിഷയം അത് എടുക്കുന്നത് പോലും ഇല്ല. അത് പേടിയായിട്ടിക്കറ്. അത് ആ വാക്ക് ഉച്ചരിക്കുന്ന ഈ ഉമ്മത്തിക്ക് പേടിയായിട്ടിക്കറ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ വിഷയം എത്ര കറക്റ്റായിട്ടിക്കറ് സഹോദരന്മാരെ. ഞങ്ങളുടെ കയ്യിൽ ഇസ്ലാം പരിപൂർണമായ രൂപത്തിലുണ്ടാ. ഞങ്ങൾ ചിന്തിക്കണായ വിഷയമായിട്ടിക്കറ്. നോക്കറുണ്ട് മുസ്ലിം ഉമ്മത്ത് ലോകത്തിൽ തന്നെ ഇവിടെ മാത്രമല്ല ഇടീ ലോകത്തിൽ ദില്ലത്തിലായിട്ട് കഴിഞ്ഞിട്ടുള്ളാറ്. ഇസ്സത്തില്ല. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിക്ക് നല്ല ഇസ്സത്തിന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചൊന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഇസ്സത്ത് തന്നത് ഇസ്ലാമിലായിട്ടിക്കറ. ഞങ്ങൾ എന്തില്ലാത്ത ആൾമാരായിട്ടുണ്ട്. ആടിനെ മേയിച്ച് നടന്ന എന്തും അറിയാത്ത ഇൽമില്ലാത്ത കാട്ടറബിയായിട്ടുന്ന ആൾമാരായിട്ടിക്കറ. അവരല്ലോ ഞങ്ങൾക്ക് അല്ലാഹു തആല ഇസ്സത്ത് തന്നത് ഇസ്ലാമിലായിട്ടിക്കറ്. ആ ഇസ്ലാം അല്ലാത്തത് കൊണ്ട് ആരെങ്കിലും ഇസ്സത്ത് തേടുക പോയെങ്കിൽ അല്ലാഹു ഒന്ന് ദില്ലത്തിലാക്കറ. അപ്പൊ ആ ഇസ്ലാം ഉണ്ട് ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ട് ദില്ലത്ത്. ലോകത്തിൽ ഞങ്ങൾക്ക് ഇസ്സത്തില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ പോയോണ്ടുണ്ടു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കണ്ട് റഅസുൽ അംറിൽ ഇസ്ലാം, എല്ലാ കാര്യത്തിന്റെ തലായിട്ടിക്കറ് ഇസ്ലാം. ഇപ്പൊ നിങ്ങൾക്ക് ചുമ്മാ പ്രശ്നയിക്കൂ, പ്രയാസയിക്കൂ, ചുമ്മാ നിങ്ങൾക്ക് വേറെ രൂപത്തിലുള്ള പ്രയാസയിക്കൂ, അതെല്ലാത്തിന്റെ തലായിട്ട് പറഞ്ഞത് ഇസ്ലാമായിട്ടിക്കറ്. റഅസുൽ അംറിൽ ഇസ്ലാം, എല്ലാ കാര്യത്തിന്റെ തല ഇസ്ലാമായിട്ടിക്കണോ. വഅമൂദുഹു അസ്സലാ, നിസ്കാര അത് തൂണായിട്ടിക്കറ്. നിങ്ങൾ ഇസ്ലാമിനെ ഒരു അകായിട്ട് നിങ്ങൾ സങ്കല്പിക്കറു. ഇസ്ലാം ചൊന്നെങ്കിൽ ഒരു അകായിട്ടിക്കറ്. ആ ഔത്തുരെ വഅമൂദുഹു അസ്സലാ, അതിലെ പില്ലറ്, അതിലെ തൂണു, നടുവിലത്തെ തൂണായിട്ടിക്കറ് നിസ്കാര. കൊണ്ടുണ്ടോ ഔത്തര തൂണ് അത് പോന്നെങ്കിൽ ആ അക കീഴ് പോളും. അപ്പൊ നിസ്കാരം പോയെങ്കിൽ ഇസ്ലാം പോളും. വഅമൂദുഹു അസ്സലാ. അതുപോലെ ചൊല്ലറോ വദിർവത്തു സനമിഹി അൽ ജിഹാദ്. ജിഹാദ് ആ ഔത്തരെ മേൽക്കൂരായിട്ടിക്കറ്, സ്ലാബായിട്ടിക്കറ്, അതിന് മാടായിട്ടിക്കറ്. ഇസ്ലാമോ രവായിട്ടിക്കറ്, അതിലെ മേൽത്തെ ആ സ്ലാബും അത് ജിഹാദായിട്ടിക്കറ് എന്ന് ചൊല്ലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങൾക്ക് ഉദാഹരണത്തിന് വിവരിച്ചതുണ്ട്. നോക്കറുണ്ട്, ഞങ്ങൾ ഒരു മാടില്ലാത്ത ഔത്ത് തെച്ചെങ്കിൽ എന്താവും? മഴ പോളും, വെയിൽ പോളും, ആരും കല്ലെറിഞ്ഞങ്ങ് പോളും, എല്ലാം ഞങ്ങളെ തലക്ക് പോളും. ഉണ്ട് ഞങ്ങൾ അനുഭവിച്ചോളുള്ളത് അതായിട്ടിക്കറ്. ഞങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് പോയപ്പോ എല്ലാ ആൾമാർ എറിയുന്നതും എല്ലാ ആൾമാരെ അടിയും ഞങ്ങ തിന്നോണ്ടുള്ള ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്ന കാര്യമായിട്ടിക്കറ് സഹോദരന്മാരെ. അതുപോലെ ഇസ്ലാമിന്റെ ഓരോ കാര്യവും അത് പൊട്ടി പോവും. റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോഴുള്ള ഇസ്ലാം അവസാന കാലഘട്ടത്തോളം ഇക്കാല അതിൽ നിന്ന് ഓരോന്നും പൊട്ടിറ്റി പോയോണ്ടിക്കുച്ചൊത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടറ്. ലതുൻഖലന്ന ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ. ഇസ്ലാമിന്റെ ഓരോ നാറും അത് പൊട്ടി പോണ്ടു. അതായത് ഒരു ബള്ളി, ആ ബള്ളിന്റെ ഓരോ നാറ് പൊട്ടുമ്പോഴത്തേക്ക് എന്താ ഓരോ നാറ് പൊട്ടി അവസാന ബള്ളിയെ കട്ടായിട്ട് പോണ്ടു. അതുപോലെ ഇസ്ലാമിന്റെ ഓരോ നാറും ഓരോ പിരിയും അതിങ്ങനെ പൊട്ടി പോവും. ഫഅവ്വലഹുന്ന നഖദൽ ഹുക്ം, അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് അതിന്റെ നാറ് പൊട്ടേ അതിന്റെ ഹുക്കുമായിട്ടിക്കറ്. ഫസ്റ്റ് പൊട്ടത് ഇസ്ലാമിന്റെ ഹുക്കുമായിട്ടിക്കറ്. വആഖിറുഹുന്ന അസ്സലാം, അവസാനം പൊട്ടത് നിസ്കാരായിട്ടിക്കും. എന്തായിട്ടിക്കറ് സഹോദരന്മാർ? റസൂലുള്ളാഹി ചൊന്നവിടെ ഹുക്കും ഞങ്ങളെല്ലാം കേട്ട് പരിചയമുള്ളൊരു വാക്കായിട്ടിക്കറ്. സാധാരണ ഇപ്പൊ ഞങ്ങൾ പണ്ഡിതന്മാരിലേക്ക് കേൾക്കറ, ഉസ്താദെ കള്ളു കുടിച്ചെങ്കിൽ എന്തായിട്ടിക്കറ് ഹുക്കുമോ, വ്യഭിചരിച്ചെങ്കിൽ എന്തായിട്ടിക്കറ് ഹുക്കും. അതിനർത്ഥം എന്തായിട്ടിക്കറ് വിധി, വ്യഭിചരിച്ചവന്റെ വിധി എന്തായിട്ടിക്കറ്. അപ്പൊ ഹുക്കും ചൊന്നെങ്കിൽ വിധി. അതുപോലെ ഹുക്കുമത്ത് ചൊല്ലറോ. ഇപ്പൊ സൗദി അറേബ്യന്റെ ഹുക്കുമത്ത് അത് അവിടുത്തെ ഭരണം. അപ്പോൾ ഭരണാധികാരി വിധിക്കറ്, അതുക്കായിട്ടിക്കറ് ഹുക്കും ചൊല്ലറേ.
അപ്പൊ ഇസ്ലാമിന്റെ ഹുക്കും അത് പോണ്ടു. ഫസ്റ്റ് ഇസ്ലാമിന്റെ ഹുക്കും പോണ്ടു, അതിന്റെ ഭരണക്രമം പോണ്ടു. ആൾമാർ അത് ഇല്ല ചൊല്ലുവാറ്, ഇസ്ലാമില് ഹുക്കുമില്ല, ഞങ്ങ നിസ്കരിച്ച മയ്യാവൂ, ദീന് ചൊന്നെങ്കിൽ പള്ളി റൂൾക മാത്ര, ബാക്കിയെല്ലാം പുറത്ത് വേറെ ആൾമാർക്ക് അതിൻ്റെ ഞങ്ങൾ ചൊന്നോളുള്ള റസൂൽ ഇസ്ലാമിന്റെ പിരി പൊട്ടു. അതിൽ ഒന്നാമതായി പൊട്ടത് ഹുക്കുമായിട്ടിക്കറ്, അവസാനമായി പൊട്ടത് നിസ്കാരായിട്ടിക്കറ്. ഇണ്ട് ഞങ്ങ എങ്ങനെ ഹുക്കുമില്ല ചൊല്ലുക, അങ്ങനെ ഇനി കുറേ കാലം കഴിയുമ്പോൾ നിസ്കാരം ഇല്ല ചൊല്ലുന്നതായ അവസ്ഥക്കും വരൂ. അങ്ങനെ ഇസ്ലാമിന്റെ ഓരോന്നും പൊട്ടി പൊട്ടി പോകുന്ന ഒരവസ്ഥ ഇസ്ലാമുക്ക് പണ്ട് ചൊന്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് പടിപ്പാട്ടി തണ്ട്. സഹോദരന്മാരെ നോക്കൂ, നിങ്ങ ഇപ്പൊ ഞങ്ങ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസിമാരായ ആൾമാരെ വിളിച്ചു ചൊന്ന വിഷയായിട്ടിക്കറ് അള്ളാഹു തആല ഖിസാസ് വെച്ചിറ, അതായത് പ്രതിക്രിയ. കൊന്നാളെ കൊല്ലണോ, വ്യഭിചരിച്ചോനെ എറിഞ്ഞു കൊല്ലണോ, കട്ടോനെ കൈമുറിക്കണോ ചൊന്തു അള്ളാഹു തആല ഖുർആനിൽ വെച്ച ഒരു ഹുക്കുമായിട്ടിക്കറ്, നിയമായിട്ടിക്കറ്. അപ്പൊ അത് എന്താക്കലേക്കും ഞാൻ ചൊല്ലുക, അത് ഇവിടെ ആവില്ല, ഇവിടെ ഞങ്ങൾക്കെതിരെ അവസരമില്ല, അത് ഇസ്ലാമിന്റെ ഹുക്കുമത്തുള്ള അവിടെ ഞങ്ങൾ ചൊല്ലുക. അള്ളാഹു തആല ചൊല്ലു വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. സത്യവിശ്വാസിമാരായ ആൾമാരെ, ബുദ്ധിയുള്ള ആൾമാരെ, ഖിസാസിലായിട്ട് നിങ്ങൾക്ക് ജീവനുള്ളത്. അങ്ങനെ ഈ ശിക്ഷ പ്രതിക്രിയ ഒരേ രൂപത്തിൽ നിങ്ങൾ ആൾമാർക്കിടയിൽ ഉണ്ടാക്കുന്നതും പ്രതിക്രിയ ആക്കിയിട്ട് നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കുന്നതിലും ആയിട്ടിക്കറ് നിങ്ങൾക്ക് ജീവനുള്ളത്. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഭൂമിയിൽ ജീവിക്കണം, സമാധാനത്തിൽ നിങ്ങൾക്ക് ജീവിക്കണം. ഇത് നിങ്ങൾ ഉണ്ടാക്കണോ? എന്നെങ്കിലും ഇവിടെ കൊലപാതകിക്കാല, മോഷണിക്കാല, വ്യഭിചാരിക്കാല, എന്തു ഇക്കാല നിങ്ങൾക്ക് ജീവിതം ഉണ്ട് ചൊന്ന് അല്ലാഹു തആല ചൊല്ലു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അള്ളാഹു ഈ പലക കേട്ടിട്ട് അവിടെ ഹുക്കുമത്ത് സ്ഥാപിച്ചത്. റസൂലുള്ളാഹി ഒരിക്കലും ചൊന്നിട്ടില്ല ഇവിടെ ഞങ്ങൾക്ക് ആവില്ല, ഇവിടെ ഭൂരിപക്ഷ അങ്ങ ഉള്ളത്, ഇവിടെ ഞങ്ങൾ കുറഞ്ഞ ആൾമാരുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ ഒഴിഞ്ഞ് ഇങ്ങനെ നിസ്കരിച്ചോണ്ടും ഞങ്ങൾ അള്ളാഹുടെ ദുആറുന്നുണ്ടും ഇക്ക ചൊന്തു റസൂലുള്ളാഹി ഉണ്ടായിരുന്ന ഇല്ല. അള്ളാഹു ചൊന്തു നിങ്ങൾ ഇത് നടപ്പിലാക്കണം ചൊന്തു. അള്ളാഹു റസൂല് അതിക്ക് പ്രയത്നാക്കിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവിടുന്ന് മരിക്കുമ്പോഴത്തേക്ക് 23 കൊല്ലം കഴിഞ്ഞ് മരിക്കുമ്പോഴത്തേക്ക് റസൂലുള്ളാഹി മക്ക മദീന ആ ഒരു അറബ് ദേശത്തിന്റെ ഭരണാധികാരിയായിട്ട് ഇസ്ലാമിന്റെ ഹുക്കുമത്ത് സ്ഥാപിച്ചിട്ട് ഞങ്ങൾക്ക് മാതൃക കാട്ടിപ്പോയിട്ട്. അപ്പോൾ ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിത്തന്ന ഇസ്ലാമായിട്ടിക്കറ്. ഇസ്ലാം അത് പരിപൂർണമായിട്ടിക്കറ്. എല്ലാ വിഷയം അതിലുണ്ടു. അതിൽ വൈയക്തിക വിഷയമുണ്ട്, കുടുംബ വിഷയമുണ്ട്, സാമ്പത്തിക വിഷയമുണ്ട്, രാഷ്ട്രീയ വിഷയമുണ്ട്. എല്ലാം അള്ളാഹു തആല അവതരിപ്പിച്ച മനുഷ്യ ജനിച്ചത് മുതൽ മരിക്കോടത്തോളം എങ്ങനെ ജീവിക്കണോ ദുനിയാവിലു ചൊന്തു നല്ല സ്വസ്ഥമായ ശാന്തമായ ജീവിതം കിട്ടുകയുള്ള ഒരു നിർദ്ദേശം അള്ളാഹു തആല തന്നിട്ട് ഞങ്ങൾ അതിന്റെ കുറെ ഭാഗം മാത്രം എടുത്തിട്ട് കുറെ ഭാഗം മാത്രം നിങ്ങൾ ബുട്ടത്ത് നിങ്ങൾ ജീവിച്ചാണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കുകയാവില്ല ചൊന്തായിട്ട് അള്ളാഹു തആല ചൊന്ന അതായിട്ട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസിമാരായ ആൾമാരെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായിട്ട് ദാഖലാവൂ. അതായിട്ട് അള്ളാഹു ചൊന്ന നിങ്ങൾ ഇസ്ലാമിലേക്ക് കംപ്ലീറ്റ് ഉൾക പോറു, എല്ലാം എടുക്കറു, എന്തെല്ലാം പടിപാട്ടിറ റസൂലുള്ളാഹി നിങ്ങൾക്ക് എന്തെല്ലാം ജീവിച്ചിട്ട് കാണിച്ചിറ അതെല്ലാം നിങ്ങളും ആക്കണോ. ചൊല്ലുകില്ല അത് നബിയായിട്ട് എന്ത് ഞങ്ങൾക്കാവില്ല, അങ്ങനെ ചൊന്നിട്ടില്ല. സ്വഹാബാക്കന്മാർ ചൊന്നിട്ടില്ല, നബി ജീവിച്ച പോലെ ജീവിച്ചത് സ്വഹാബാക്കന്മാർ ഖുലഫാഉർ റാഷിദീങ്ങ, പിന്നീട് വന്ന അമവിയ ഖിലാഫത്ത്, അബ്ബാസിയ ഖിലാഫത്ത്, ഉസ്മാനിയ ഖിലാഫത്ത്, അവിടെ എല്ലാം ഇസ്ലാമിന്റെ ആ ഒരു ഇസ്സത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് അങ്ങ് അവിടെ നിയമം നടപ്പിലാക്കിയിട്ട് ഉണ്ട്. അതില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ദില്ലത്തിൽ കഴിഞ്ഞോട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കണോ, ഇസ്ലാമിലേക്ക് പരിപൂർണമായിട്ട് പ്രവേശിക്കണോ. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ ഇസ്ലാം എന്തിനെ ചൊന്തു പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ദഅവത്താക്കുകയുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവേ, നിയമ നിർദ്ദേശനത്തെ ജീവനത്തിൽ പാലിച്ചിട്ട് അള്ളാഹുരെ പേടിച്ചിട്ട് ജീവിക്കണം ചൊന്തു ഒന്നുകൂടി
ഉപദേശാക്കരെ അല്ലാഹു തആല ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, യഹൂദിമാരായ ആൾമാർ ഞങ്ങൾക്ക് മുന്നോളൂ അല്ലാഹു തആല വേദഗ്രന്ഥം കൊടുത്ത ഒരു നബിനെ അയച്ചു കൊടുത്ത, മൂസാ നബിനെ അയച്ചു കൊടുത്ത വലിയൊരു സമുദായമായിട്ടിന്ത്, ഒരു മുസ്ലിം സമുദായമായിട്ടിന്ത് യഹൂദിമാരായ ആൾമാർ. ആ ആൾമാർ ഫസ്റ്റ് കറക്റ്റായിട്ട് ഇസ്ലാമിൽ പോയോണ്ടിരുന്നാറ്. പിന്നെ ഇതേപോലെ ചുമ ടൈം കഴിഞ്ഞപ്പോൾ അങ്ങ് വ്യതിചലിച്ചു പോയാറ്. അങ്ക് കൊടുത്തതായ തൗറാത്തിൽ അങ്ങ് കൈകടത്തിയാറ്. അങ്ക് വേണ്ടായത് മാത്രം എടുക്കുകയും വേണ്ടാത്തത് മൂടി വെക്കുകയും ഒളിപ്പിച്ചു വെക്കുകയും ചൊല്ലാട്ടിക്കുകയും ആ രൂപത്തിൽ അങ്ങ് ആക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങളെ വിഷയത്തിൽ ഖുർആനിൽ ചൊല്ലറോ, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് കുറെ കാര്യം നിങ്ങൾ വിശ്വസിക്കാറ്, കുറെ കാര്യങ്ങൾ നിങ്ങൾ അതിൽ അവിശ്വസിക്കാറ്, വിട്ടുവിടാറ്. നിങ്ങൾ അങ്ങനെ ആക്കിയിട്ടായെങ്കിൽ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസിയുൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെയും അങ്ങനെ ആക്കി അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് കുറെ വിശ്വസിക്കറേ, കുറെ പുഡ്രേ, അങ്ങനെ ആരായെങ്കിൽ ആക്കിയിട്ടായെങ്കിൽ അങ്ക് ഈ ദുനിയാവിൽ നിന്ദ്യതായിട്ടിക്കുള്ളത്, ദില്ലത്തായിട്ടിക്കറ, അപമാനായിട്ടിക്കറ അങ്ക് ഈ ദുനിയാവിൽ ഉള്ളത്. അതുപോലെ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. നാളെ ആഖിറത്തിൽ അങ്ങള കഠിനമായ ശിക്ഷക്ക് അല്ലാഹു തആല കൊണ്ടുപോണ്ടു, തള്ളറി ചൊന്തു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥ അത് ഏറ്റെടുക്കേണ്ട രൂപത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കണോ. അതിലെല്ലാ വിഷയം ഞങ്ങൾ ചൊല്ലണോ, എല്ലാ വിഷയം ഞങ്ങൾ പഠിക്കണോ, അത് അമലാക്കണോ. അതിന്റെ കുറെ ഭാഗം മാത്രം എടുക്കറേ, കുറെ ഭാഗം ആരെ പേടിച്ചിട്ട് മൂടി വെക്കറേ. ഇങ്ങനെ ആക്കിയിട്ടായെങ്കിൽ ദുനിയാവിൽ നിങ്ങൾക്ക് ദില്ലത്ത് പറഞ്ഞു അല്ലാഹു തആല ചൊല്ലറു. അത് അങ്ക് വന്നര് യഹൂദിമാരായ ആൾമാർക്ക് വന്നര് അത് ഇന്ന് ഞങ്ങ അനുഭവിച്ചോണ്ടുള്ള. അല്ലാഹു തആല വേറൊരു ആയത്തിൽ ചൊല്ലറു, മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അതായത് തൗറാത്തിന്റെ ആൾമാർ, തൗറാത്ത് കൊടുത്തു അല്ലാഹു അനുഗ്രഹിച്ച ആൾമാർ ആ തൗറാത്തിന് അങ്ങ് സ്വീകരിക്കേണ്ട രൂപത്തിൽ സ്വീകരിച്ചില്ല. ഇതേപോലെ അങ്ങ് അതിൽ കൈകടത്തിയാറ്, കുറെ എടുത്താറ്, കുറെ വിട്ടാറ്. അങ്ങനെ ഉദാഹരണ കുറെ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കത്ത കഴുത പോലെ ആയിട്ട് കുറിച്ചൊന്നും അല്ലാഹു തആല ചൊല്ലറ. ആ രൂപത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്ഷേപിച്ച സഹോദരന്മാരെ. അതുകൊണ്ട് ഞങ്ങ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ഇസ്ലാമിനെ ഞങ്ങൾ പഠിക്കണോ, യഥാർത്ഥ ഇസ്ലാമിനെ പഠിക്കണോ, അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കണോ, ഞങ്ങൾ ദഅവത്താക്കണോ. അപ്പൊ കഷ്ടം ഉണ്ടാവും. ചുമ്മ റസൂലുള്ളാഹി ചൊന്നറു, സൗഫ യഅതി അലാ ഉമ്മത്തി സമാനുൻ, എൻ്റെ ഉമ്മത്തിക്ക് ഒരു കാലഘട്ടം പറകൊണ്ടു. അണ്ട് അൽ മുഹാഫിളു ഫീഹി അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജംർ. അണ്ട് ഇസ്ലാമിനെ കറക്റ്റായിട്ട് ഫോളോ ആക്കുന്ന ആൾമാർക്ക് അവന്റെ കയ്യിൽ തീക്കട്ട പിടിച്ചിട്ട് നടക്കുമ്പോലാവൂ. നമ്മളെ ഈ കൈരൊൾക ഒരു തീണ്ട ഒരു ഗിട്ട അത് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് പിടിക്കാവൂറ ഇല്ല. അതേപോലെ ആയിട്ടിക്കൂ യഥാർത്ഥമായ മുസ്ലിമായിട്ട് ജീവിക്കുകയും ചൊല്ലുകയും ആൾമാരെ അണ്ട് ബുടല കഷ്ടായിട്ടിക്കൂ. അണ്ട് വഅന്ന ലഹു മിനൽ അജ്രി അജ്ർ 50 സ്വഹാബി. അണ്ട് ആ ആൾമാർക്ക് എൻ്റെ സ്വഹാബിമാരിൽ നിന്ന് 50 ആളുകൾ കിട്ടതായ പ്രതിഫലം ആ ആൾമാർ കണ്ട് കിട്ടു. അത്ര കഷ്ടമുള്ള ടൈമിലും ഈ ഇസ്ലാമിനെ കറക്റ്റായിട്ട് ഫോളോ ആക്കുന്ന ആൾമാർക്ക് അണ്ട് എൻ്റെ സ്വഹാബിമാരിൽ നിന്ന് വലിയ വലിയ സ്വഹാബിമാർ, വലിയ വലിയ പുണ്യാക്കിയ സ്വഹാബിമാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലത്തെ, ഉമർ റളിയല്ലാഹു പോലത്തെ ആ വലിയ വലിയ മഹാന്മാരായ സ്വർഗത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സന്തോഷ വാർത്ത കൊടുത്തതായ ആ സ്വഹാബിമാരിൽ നിന്ന് 50 ആളുകൾ കിട്ടതായ പ്രതിഫലം അണ്ടത്തെ ആ മുസ്ലിമിങ്ങൾ കിട്ടുചൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് ഈ ദുനിയാവരെ പരവല് പോയിട്ട് ആൾമാരൊട്ടിക്ക് കൂടിയിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ ജീവിക്കുള്ള ആൾമാരല്ല. അതുകൊണ്ട് ഞങ്ങൾ ഖുർആൻ ശരിക്കും പഠിക്കണം, അതനുസരിച്ച് അമലാക്കണം, അത് ദഅവത്താക്കിയിട്ട് ഞങ്ങൾ ഇസ്ലാമിന്റെ ഇസ്സത്ത് വേണമായിട്ട് അള്ളാഹുവിന്റെ കലിമത്തിന്റെ ആ ഉയർച്ചക്ക് വേണമായിട്ട് പണിയെടുക്കണ ആൾമാരായിട്ട് ഞങ്ങൾ കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മേള് പറഞ്ഞു, അതിക്ക് ഇസ്സത്ത് ഉണ്ടാവണം, അതിക്ക് എല്ലാ നിലക്കുമുള്ള
അത് മേള് പറഞ്ഞു ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. ഈ ദീൻ എല്ലാത്തിൻ്റെ മേള് പറഞ്ഞു. ഇതിന്റെ മേള് വേറെന്തും പറോതിര മനുഷ്യന്മാർ ഉണ്ടാക്കിയതായ ആ കള്ള ആദർശം, മനുഷ്യന്മാരുണ്ടാക്കിയതായ കള്ള ദീൻ അത് മേള് പറോതിര അള്ളാഹുവിന്റെ യഥാർത്ഥമായ ദീൻ അത് മേള് പറഞ്ഞു. അത് മേള് ബന്നര് ഇണ്ട് കീഴുണ്ടു. അതൊക്കെ വേണായിട്ട് ഇണ്ടത്തെ മുസ്ലിമീങ്ങ അതൊക്കെ സഹോദരന്മാരെ പണിയെടുക്കണു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അള്ളാഹുവിന്റെ കലിമത്തുക്ക് വേണായിട്ട് അതൊക്കെ വേണായിട്ട് പണിയെടുക്കുകയും ആ മാർഗത്തിൽ ഇഖ്ലാസിൽ മുന്നോട്ട് പോകും. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ചുമ്മ ആൾമാർ ദുആ കൊണ്ട് വസിയത്താക്കിറാറ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.